ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് സിമ്പിളായിട്ടൊരു ടേബിൾ ഡെക്കോർ ഫ്ലവർ ഒക്കെ ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഈ സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കുമല്ലോ, ഈ ഡ്രസ്സിനകത്ത് തുന്നി പിടിപ്പിക്കുന്ന സാധനമാണ് ലേസ്. അപ്പം അത് മീറ്റർ 35-40 റുപ്പീസ് അങ്ങനെയൊക്കെ എന്തോ ആണെന്ന് തോന്നുന്നു. ഞാൻ കുറേ കാലമായി വാങ്ങിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, സമയമൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ച്, പക്ഷേ ലാസ്റ്റ് അങ്ങ് വെച്ചിരുന്ന സംഭവമായിരുന്നു. ഓക്കെ, ശരി, ഈസി ആയിട്ടൊരു ഫ്ലവർ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളത് എടുത്തതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ രണ്ട് സൈഡിലെയും എന്താ പറയുക, രണ്ട് സൈഡിലെയും ലേസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ആ ഫ്ലവർ മാത്രം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പം കറക്റ്റ് ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട്, ഞാനിവിടെ 3 കളറാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം 2 കളർ മാത്രമേ ഞാനിങ്ങനെ ചെയ്യുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. എന്നിട്ട് അതിലേക്ക് ഫ്ലവർ വയർ ഉണ്ടല്ലോ, കമ്പി, അത് നമ്മൾ എന്ത് ചെയ്യുക, ആ 2 ഹോളിലേക്ക് കൂടി കയറ്റിയിട്ട് താഴോട്ടത് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പിടിച്ച് വലിച്ചാൽ മതി, അതിങ്ങനെ വന്നോളും. എന്നിട്ട് അതെന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ അത് സ്റ്റഡിയായിട്ട് നിൽക്കില്ല ഫ്ലവർ, കാരണം അത് ഭയങ്കര ലൂസായിട്ടാണ് ഉള്ളത്. ഗം ഒട്ടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ എന്താ പറയുക, ഗ്ലൂ ഗൺ ആണെങ്കിൽ ഹീറ്റായിട്ടുണ്ടായില്ല. അപ്പോൾ വീണ്ടും ഞാൻ അത് ഹീറ്റാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ വീണ്ടും ബാക്കിയുള്ള ഫ്ലവേഴ്സ് ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഏകദേശം നമ്മുടെ ഗ്ലൂ ഗൺ ഇപ്പോൾ ഹീറ്റായിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നിട്ട് നമ്മൾ അതിൽ സെൻറ്ററിലായിട്ട് ഇങ്ങനെ ഗ്ലൂ ഒട്ടിക്കുക. എന്നിട്ട് അതിൻ്റെ മേലിലേക്ക് ഹാഫ് ബീഡ് ഉണ്ടല്ലോ, അത് നമ്മളിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് താഴോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കര നല്ല സ്റ്റഡി ആയിട്ട് നല്ല നിൽക്കും. അപ്പം അങ്ങനെ നമ്മൾ എല്ലാം കൂടി നമ്മൾ ചെയ്യാണ്. അപ്പം ഫസ്റ്റ് ടൈമാണ് വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അതെല്ലാം വോയിസ് ഓവറൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എനിക്കറിയില്ല, ഇതെല്ലാം ഫസ്റ്റ് ടൈമാണ്. അപ്പം എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് ക്ഷമിക്കുക, ഓക്കെ. അപ്പം നമ്മളിത് എല്ലാം അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം അതിൻ്റെ സ്റ്റെമ്പ് ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാനവിടെ നെയിൽ പെയിൻ്റാണ് എടുത്തിരിക്കുന്നത്. മറ്റേ ടേപ്പ് ഉണ്ടല്ലോ, ഫ്ലവർ ടേപ്പ്. പക്ഷേ അത് ഭയങ്കര തിന്ന് കമ്പി ആയതുകൊണ്ട് അതിൽ ചുറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുമല്ല, ചുറ്റി കഴിഞ്ഞാലും പാതി പോർഷനിൽ മാത്രമേ അത് ചുറ്റി വരാൻ പറ്റുന്നുള്ളൂ, മേലെ വരില്ല. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു നെയിൽ പെയിൻറ്റ് ഗ്രീൻ കളർ ഉണ്ടായിരുന്നു. അത് നമ്മൾ സ്റ്റെമ്പിൽ വേണ്ടിയിട്ട് അങ്ങനെ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, മേലെ ഫ്ലവറിൻ്റെ അടിയുമേന്നും ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഫ്ലവർ ടേപ്പ് ആണെങ്കിൽ ആ ഫ്ലവറിൻ്റെ അടിയുമേന്ന് ചുറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഞാൻ മുന്നേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്ലവർ ടേപ്പ്, പക്ഷെ മേലെ അത് പറ്റിയില്ല. ഓക്കെ, അപ്പോൾ നമ്മളിതെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഇതെല്ലാം ഉണങ്ങി ഡ്രൈ ആയിട്ടുണ്ട് നെയിൽ പെയിൻറ്റ്. ഇനി നമുക്ക് എന്താ പറയുക, ഒരു ബേസ് വേണം. ബേസ് എന്ന് പറഞ്ഞാൽ ഫ്ലവറിന് എപ്പോഴും ഫ്ലവർ ബേസാണ് വേണ്ടത്. നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ടിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ എന്താ പറയുക, അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. അതിലേക്ക് നമ്മൾ ചരടുണ്ടല്ലോ, ചരട് ഇങ്ങനെ ചുറ്റി കൊടുത്തിട്ട് ഒരു പിങ്ക് കളർ ഒരു പെയിൻറ്റ് അങ്ങനെ അടിച്ചു കൊടുത്ത് അതിനുശേഷം അത് ഡ്രൈ ആകാൻ വെച്ചു. ഇനി നമ്മൾ ക്ലേ ഉണ്ടല്ലോ, ക്ലേ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മയത്തിൽ പരത്തിയിട്ട് അതിനുള്ളിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക വേണം. കാരണം ഈ ഫ്ലവർ സ്റ്റെമ്മിൽ അതിൽ കുത്തിയിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നോയ്സ് ഉണ്ട്. ഞാൻ ഇപ്പോൾ ഒരു 10 മണിക്കൊക്കെയാണ് ഇത് വോയിസ് റെക്കോർഡ് ചെയ്യുന്നത്. പക്ഷേ റോഡിൻ്റെ സൈഡായതുകൊണ്ട് വണ്ടീൻ്റെ ബഹളമൊക്കെ ഇങ്ങനെ കേൾക്കൽ. ഞാനത് ഷോർട്സായിട്ട് അപ്ലോഡ് ചെയ്തു, പക്ഷേ അത് ഭയങ്കര ഫാസ്റ്റായിട്ടാണ് ഉണ്ടായതുകൊണ്ട് ഇതിന് ക്ലിയറായിട്ട് നിങ്ങൾക്കത് ഡീറ്റെയിൽ വീഡിയോ ഒന്നും പറ്റില്ലല്ലോ. സോ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത്. റെക്കോർഡ് ചെയ്തിട്ട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഷോർട്സിൽ അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവില്ല ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അതിന് ശേഷം നമുക്ക് കുറച്ചുകൂടി ഒന്ന് ഡെക്കറേഷൻ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് വുളൻ ത്രെഡ് ഉണ്ടല്ലോ, അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് നമ്മൾ ഓരോ ഫ്ലവേഴ്സും അതിലിങ്ങനെ കുത്തി നിർത്തുകയാണ് ചെയ്യുന്നത്. കുത്തി നിർത്താം.
സംസാരിച്ചിട്ട് തന്നെ സൗണ്ടൊക്കെ ഒരുമാതിരിയാണ്. ഞാൻ കുറേ നേരമായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്ത് ഒന്നും ശരിയാവണില്ലേ. ഓക്കെ, കുഴപ്പമില്ല, ഫസ്റ്റ് വീഡിയോ അല്ലേ, നിങ്ങളെ അഡ്ജസ്റ്റ് ചെയ്യുമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ കറക്റ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്കും ഇപ്പം നമ്മൾ പറഞ്ഞു വന്നത് എല്ലാ ഫ്ലവേഴ്സും അതിലിങ്ങനെ വെച്ച് കുത്തി നിർത്തിയിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് ഗ്ലൂ ഒക്കെ അവിടെയൊക്കെ സൈഡിലൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മറ്റേ വൂലൻ ത്രെഡ് ഉണ്ടല്ലോ, നമ്മുടെ പുല്ല്, അതെല്ലാം കൂടി നമ്മൾ അതിൻ്റെ സൈഡിലോട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. വെച്ച് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടൊരു ടേബിൾ ഡെക്കോർ ഫ്ലവറാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, സ്റ്റാമ്പ് വെച്ചിട്ട് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പം ഈസിയാണ്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ. എൻ്റെ റെക്കോർഡൊക്കെ ഭയങ്കര മോശമാണെന്ന് എനിക്കറിയാം, ക്ഷമിക്കണം കേട്ടോ.